ഓക്കെ, ജലീൽ പുനലൂർ, നോക്കൂ, ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന നിരവധി സംഭവങ്ങളുണ്ട്. നോക്കൂ, 2017 നവംബർ 30 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വയറ്റിൽ കത്രിക മറന്നു വെച്ചതിനെ തുടർന്ന് നിയമ പോരാട്ടം നടത്തിയ ഹർഷിനെ മലയാളികൾ ഒരിക്കലും മറക്കില്ല. 4 വർഷവും 7 മാസവുമാണ് ഹർഷിന വയറ്റിൽ കത്രികയുമായി ജീവിച്ചത്. ഇതാണോ ഒറ്റപ്പെട്ട സംഭവം? 2022 വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ചു. കൈനകരി സ്വദേശിനി അപർണയും നവജാത ശിശുവുമാണ് മരിച്ചത്. ശസ്ത്രക്രിയ വൈകിയതിനെ തുടർന്നായിരുന്നു അത് നടന്നത്. ഇന്നും ഈ മതിയായ ചികിത്സ കിട്ടാത്തതുകൊണ്ട് ഒരു ഗർഭിണി മരണപ്പെട്ടു. അതും ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ കാലിൽ തറച്ച ചില്ല് നീക്കാതെ തുന്നിക്കെട്ടിയ മുറിവുമായി പുന്നപ്ര സ്വദേശി അനന്തു വേദന സഹിച്ചത് 5 മാസത്തോളമാണ്. അതും ഒറ്റപ്പെട്ട സംഭവമായി നിങ്ങൾ അവഗണിക്കുന്നു. തൈറോയിഡ് ശസ്ത്രക്രിയക്കെത്തിയ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ മറന്നു വെച്ചത് 2023 ഇവിടെ തിരുവനന്തപുരത്ത് നടന്ന സംഭവമാണ്. കാട്ടാക്കട കിള്ളി സ്വദേശിയായ സുമയ്യ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയെങ്കിലും ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച ഗൈഡ് വയർ നീക്കം ചെയ്യാനായില്ല. കോഴിക്കോട്ടേക്ക് പോയ മെഡിക്കൽ കോളേജിൽ 4 വയസ്സുകാരിയെ കൈവിരലുകൾക്ക് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തി. ചെറുവണ്ണൂർ മധുരബസ സ്വദേശികളുടെ മകൾക്കാണ് ഈ ദുർഗതിയുണ്ടായത്. 2024 വീണ്ടും വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രസവത്തെ തുടർന്ന് നവജാത ശിശു മരിക്കുന്നു. 2025 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ കിട്ടാതെ കൊല്ലം പന്മന സ്വദേശി വേണു മരിക്കുന്നു. എത്ര സംഭവങ്ങൾ! എന്നിട്ടും ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ് എന്ന് അവകാശപ്പെടുന്നു. എന്തുകൊണ്ട് ഈ വീഴ്ചകൾ തിരിച്ചറിയുന്നില്ല? എന്തുകൊണ്ട് ഈ വീഴ്ചകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കുന്നില്ല? ഈ വീഴ്ചകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് താങ്കൾ പറയുന്നത് സത്യത്തിൽ മാധ്യമ ലോകം എത്തപ്പെട്ടിട്ടുള്ള ഒരു ദുരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. 4000-ഓളം ഓപ്പറേഷൻ കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ മാത്രം ഒരു വർഷത്തിൽ നടക്കുന്നുവെന്നാണ് കണക്ക്. അങ്ങനെ കേരളത്തിൽ എത്രയോ മെഡിക്കൽ കോളേജുകൾ, എത്രയോ ജില്ലാ ആശുപത്രികൾ, എത്ര താലൂക്ക് ആശുപത്രികൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നടക്കുന്ന, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കഴിഞ്ഞ 10 വർഷത്തെ നടന്നിട്ടുള്ള പോരായ്മകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് അനിൽ നമ്പ്യാർജിയെ പോലെയുള്ള ഒരു പ്രഗത്ഭനായ മാധ്യമ പ്രവർത്തകൻ പോലും ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള വേട്ട ആരംഭിക്കുന്നത് ഈ ചർച്ചയുടെ ഭാഗമായിട്ടാണ്. അതേസമയം ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേ കേസ്, ഒരു സ്ത്രീയുടെ വയറ്റിൽ ഒരു കത്രിക കുടുങ്ങിയിട്ട് വർഷങ്ങൾക്ക് ശേഷം അത് പുറത്തെടുത്തത് താങ്കൾ നിരന്തരം പറഞ്ഞ ഇതേ വണ്ടാനം മെഡിക്കൽ കോളേജിലാണെന്നുള്ള നഗ്ന യാഥാർത്ഥ്യം താങ്കൾ വിസ്മരിച്ചു പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് മറ്റൊന്നുമല്ല, ഇത് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയോടുള്ള താല്പര്യമോ കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയെ കുറിച്ചുള്ള താല്പര്യമോ ഒന്നുമല്ല. ഇതൊരു സ്റ്റണ്ടാണ്. അതായത് തെരഞ്ഞെടുപ്പ് ആസന്ന വേളകളിൽ സർക്കാരുകൾക്കെതിരായിട്ട്, അത് രാജ്യത്താകമാനമുള്ളതാണ്, ജനകീയമായി ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. നിർഭാഗ്യവശാൽ പലരും ആഗ്രഹിക്കുന്നത് പോലെ ഇടതുപക്ഷ സർക്കാരിന്റെ 10 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഈ തെരഞ്ഞെടുപ്പ് ആസന്ന വേളയിൽ ഒരു ഭരണവിരുദ്ധ വികാരമില്ല. അത് പൊതുജനാരോഗ്യ മേഖലയെ മാത്രമല്ല, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയായാലും മരാമത്ത് വകുപ്പായാലും അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പായാലും. അപ്പൊ ഈ മേഖലകളിൽ ഒന്നും തന്നെ എടുത്തു പറയത്തക്ക നിലയിലുള്ള ഒരു പോരായ്മ ചൂണ്ടിക്കാട്ടാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. മറ്റൊരു പ്രതിപക്ഷമെന്ന് വിശേഷിപ്പിക്കുന്ന BJPക്ക് സാധിക്കുന്നില്ല. ജലീൽ ജോസഫ് കുട്ടിയുടെ വയറ്റിൽ കത്രിക കൊണ്ടുപോയി വെച്ചത് ഞാൻ ഉൾപ്പെടുന്ന മാധ്യമപ്രവർത്തകരാണോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷമാണോ? അല്ല, അത് പ്രതിപക്ഷമല്ല, താങ്കളുമല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അത് ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ആണെന്ന് ഞാൻ സമ്മതിക്കണം. അതാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ പ്രതിപക്ഷവും BJP അങ്ങനെയുള്ള വലിയ ആഗ്രഹമൊന്നും എനിക്കില്ല. ഈ സിസ്റ്റം ആണ് എന്ന് സമ്മതിച്ചാൽ മതി. അതിനെങ്കിലും ശ്രീ ജലീൽ പുനലൂർ, ഒരു വർഷത്തിന്റെ പ്രതിനിധികൾക്കെങ്കിലും കരുണയുണ്ടാവട്ടെ. എന്തായാലും വീണ ജോർജിന് കരുണയില്ല, പ്രതിനിധികളെങ്കിലും കരുണ കാണിക്കുക. അല്ല, വീണ ജോർജിനും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനും കരുണയും പൊതുജന താല്പര്യവും ഉള്ളത് കൊണ്ടാണല്ലോ കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖല നിഷ്പക്ഷമായി നോക്കിക്കാണുന്ന ഏതൊരാൾക്കും ഇന്ന് കാണുന്ന താലൂക്ക് ആശുപത്രികളുടെയും മെഡിക്കൽ കോളേജുകളെയും PHCകളുടെയും ഒക്കെ സമൂലമായ ഒരു പുരോഗതി മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അത് ഞാൻ ഈ പറഞ്ഞതുപോലെ കനകോലു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലും തകർന്നടിയുമെന്നുള്ള തികഞ്ഞ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു ചിന്താഗതി മാത്രമാണ് ഇപ്പോൾ ആരോഗ്യരംഗത്ത് ഉയർന്നു വന്നിരിക്കുന്ന ഈ വിഷയങ്ങൾ. അല്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് പറയട്ടെ, ശ്രീ ജലീൽ പുനലൂർ, എല്ലാം തികഞ്ഞതാണോ നമ്മുടെ സർക്കാർ ആശുപത്രികളാണോ എന്ന് ആരും അവകാശപ്പെടുന്നില്ല. താങ്കൾ നേരത്തെ ശസ്ത്രക്രിയകളുടെ കണക്ക് വെച്ചിട്ടാണ് എൻ്റെ വാദത്തെ ഖണ്ഡിക്കാൻ ശ്രമിച്ചത്. അതായത് താങ്കൾ പറഞ്ഞു ഇത്ര ശസ്ത്രക്രിയ നടത്തി, ഇത്ര ഹോസ്പിറ്റലുകളിൽ ഇത്ര ശസ്ത്രക്രിയ നടന്നു എന്നൊക്കെ. അപ്പോൾ ക്വാണ്ടിറ്റി അല്ല വിഷയം ശ്രീ ജലീൽ പുനലൂർ. ഇവിടെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള ചികിത്സ ഉറപ്പുവരുത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ആണോ? താങ്കൾക്ക് ആ അഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും. ആരോഗ്യരംഗത്തെ സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയ്ക്ക് ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിൽ അത് നേരത്തെ ഇവിടെ പറഞ്ഞ BJP-യുടെ പ്രതിനിധി, എനിക്ക് തോന്നുന്നത് അദ്ദേഹം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ലോകാരോഗ്യ സംഘടനയ്ക്ക് കൃത്യമായ ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിൽ 2.5% ആളുകൾ, ഒരുപക്ഷെ 10,000 ശസ്ത്രക്രിയ നടക്കുമ്പോൾ 2.5% ആളുകൾ മരണപ്പെടുക സ്വാഭാവികമാണെന്ന് ലോകാരോഗ്യ സംഘടന പോലും പറയുന്നുണ്ട്. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് 2 പോലും വരുന്നില്ല. കാരണം കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് നടക്കുന്ന പുരോഗതിയാണ് അത് വിലയിരുത്തുന്നത്. അതേസമയം ആ 0.2% പോലും പർവ്വതീകരിച്ച് ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട് വലിയ പർവ്വതീകരിച്ചുള്ള പ്രചരണം നടത്താൻ മാധ്യമ വ്യൂഹം, മാധ്യമ പട തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ വിസ്മരിക്കുന്നില്ല എന്നതിനോടൊപ്പം തന്നെ ഇതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് മെസ്സേജും ഉണ്ടാകുന്നില്ല. വണ്ടാനം മെഡിക്കൽ കോളേജിലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ ജനറൽ ആശുപത്രികളിലോ എവിടെയെങ്കിലും സ്വാഭാവികമായി ഒറ്റപ്പെട്ടോ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തെയും അതിനെ പരിഹരിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നിലുള്ള പ്രധാന വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പൊതുജനാരോഗ്യ മേഖല സമ്പൂർണ്ണമാണെന്നുള്ള ഒരു അവകാശവാദം ഒരാൾക്കുമില്ല. പരിഹരിക്കപ്പെടേണ്ടതായ നിരവധി വിഷയങ്ങളുണ്ട്, അത് ചൂണ്ടിക്കാട്ടുകയുമാണ്. അല്ലാതെ എങ്ങനെ പരിഹരിക്കും? നോക്കൂ, ഇവിടെ മനുപ്രസാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ PR വർക്കിന് കോടികൾ ചെലവഴിക്കുന്നുണ്ടല്ലോ. ആ കോടികൾ എടുത്ത് ഈ ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കൂ. പ്രശ്നങ്ങൾ നമുക്ക് കുറേയൊക്കെ ഒഴിവാക്കാം. നിങ്ങൾ ഈ നമ്പർ വൺ എല്ലാ മേഖലയിലും നമ്പർ 1 ആണെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് എടുത്ത് ചെലവഴിക്കുകയാണ്. എന്താണ് അതിൻ്റെ നെറ്റ് റിസൾട്ട്? എന്താണ്? മറ്റൊരു കാര്യം, അല്ല നോക്കൂ, ഈ ഇപ്പോഴല്ലേ തുടർച്ചയായി 10 വർഷം ഇരിക്കുന്നത് അധികാരത്തിൽ, അല്ലേ? നേരത്തെ നിങ്ങളുടെ ഈ ഇന്ത്യ മുന്നണിയിലെ നിങ്ങളുടെ സഹപ്രവർത്തകരുണ്ടല്ലോ, അവർ അധികാരത്തിലുള്ള സമയത്ത് DYFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ, ഇടതുപക്ഷ യുവജന സംഘടനകൾ എത്രയേറെ സമരം നടത്തിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലെ അനാസ ഉയർത്തിക്കാട്ടി എത്ര സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്നും താങ്കൾ ഈ ലോകാരോഗ്യ സംഘടനയുടെ കണക്കൊന്നും ഇടതുപക്ഷത്തുള്ളവർക്ക് മനസ്സിലാകാത്തതാണോ, തിരിച്ചറിയാത്തതാണോ? എന്താണ് കുഴപ്പം? താങ്കൾക്ക് എനിക്ക് തോന്നുന്നത് ഓർമ്മയുണ്ടാകും, കേരളത്തിന്റെ ബഹുമാന്യനായ ഗവർണറും അതിനു മുമ്പ് BJP-കാരനുമായിരുന്നു ശ്രീ സിക്കന്ദർ ഫക്ത്. അതെ, അണുബാധയേറ്റ അദ്ദേഹം മരിച്ചത് എവിടെ നിന്നാണെന്ന് അറിയാമോ? തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയില്ല, കേരളത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയില്ല. അങ്ങനെ സ്വകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട് എത്ര ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏത് മാധ്യമ പ്രവർത്തകനാണ് അത് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്? 4000-ഓളം ഓപ്പറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നടക്കുന്ന കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു സംഭവത്തെ പർവ്വതീകരിച്ചു കൊണ്ടുവരുന്നവർ 10,000 കോടി രൂപയാണ് കോർപ്പറേറ്റ് സംഘങ്ങൾ ഇവിടുത്തെ സ്വകാര്യ ആരോഗ്യ മേഖലയിൽ നിക്ഷേപിക്കുന്നത്. സ്വകാര്യ ആരോഗ്യ മേഖലയുടെ പർദീസയായി മാറുവാൻ കേരളത്തിലെ പലരും കാതോർക്കുകയാണ്. പക്ഷെ അവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യം. അത് പറയുമ്പോൾ ഒരു കാര്യം പരാമർശിക്കാതെ ഇന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് അമേരിക്കയിലെ ബ്ലാക്ക് സ്റ്റോണിൻ്റെ സബ്സിഡിയറി ആയിട്ടുള്ള ഒരു കമ്പനി 4 കോടി രൂപയാണ് CPM-ന് നൽകിയത്. എന്തിനാണാവോ CPM-ന് 4 കോടി രൂപ എന്തിനാണ് തന്നത്? എന്തിൻ്റെ പ്രതിഫലമായിട്ടാണ് തന്നത്? അല്ല, അത് ഞാൻ പറയാം. നിങ്ങളുടെ നേതാക്കന്മാരൊന്നും അതിനെ നിഷേധിച്ചുകൊണ്ട് പ്രതികരണവുമായിട്ട് വന്നിട്ടില്ല രംഗത്ത്. അപ്പോൾ സംഭവം നടന്നതാണോ? അവ കൃത്യമായിട്ടുള്ള കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ശോഭാ സുരേന്ദ്രന്റെ വാദഗതികളൊന്നും സ്വാഭാവികമായിട്ടും ആരും കാര്യമായിട്ട് എടുക്കാറില്ല. കാരണം തങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി സുരേന്ദ്രനും അതുപോലെ തന്നെ ശ്രീമതി ശോഭാ സുരേന്ദ്രനും ഒക്കെ കാലാകാലങ്ങളിൽ ഇങ്ങനെ ഓരോ ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു,
ദേശീയ അന്വേഷണ ഏജൻസികൾ BJP-യുടെ ചൊൽപ്പടിയിലാണല്ലോ, കേന്ദ്രം ഭരിക്കുന്നത് BJP ആണല്ലോ. അങ്ങനെ ഒരു വിദേശ രാജ്യത്തു നിന്നും ഇത്രത്തോളം കോടി ഉറുപ്പിക കേരളത്തിലെ CPIM നേതൃത്വം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിനെതിരായിട്ട് ഒരു അന്വേഷണം നടത്തുന്നില്ല? എന്തുകൊണ്ട് കേന്ദ്രത്തോട് ശോഭാ സുരേന്ദ്രൻ അത്തരത്തിലുള്ള ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നില്ല? അപ്പൊ ഇതൊക്കെ തികച്ചും നിരർത്ഥകമായ ബാലിശമായ കുറെ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് അത് മാത്രമല്ല, ഈ ബ്ലാക്ക് സ്റ്റോൺ പണമിറക്കി പല സ്വകാര്യ ആശുപത്രികളും നടത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ പിറകിൽ ബ്ലാക്ക് സ്റ്റോൺ ആണ്, ബ്ലാക്ക് സ്റ്റോണിൻ്റെ ഈ സബ്സിഡിയറി സ്ഥാപനമാണ് എന്ന ആരോപണമുണ്ട്. അപ്പം നിങ്ങൾ ഈ പൊതുജനാരോഗ്യത്തെക്കുറിച്ച് ഇങ്ങനെ പ്രകീർത്തിക്കുന്ന, നാഴികക്ക് 40 വട്ടം നമ്പർ 1 എന്ന് ഉദ്ഘോഷിക്കുന്നവർ പരോക്ഷമായി ഈ സ്വകാര്യ ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം കൂടിയല്ലേ സ്വീകരിക്കുന്നത്? അല്ലാന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അതിനുള്ള ഏറ്റവും വലിയ മറുപടി എന്ന് പറയുന്നത്, രാജ്യം ഭരിക്കുന്നത് BJP ആണെങ്കിലും ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിൽ നിന്നും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് 50-ലധികം ദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അത് തന്നെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ മാഹാത്മ്യമാണ്. അതുപോലെ തന്നെ PHSC മുതൽ മെഡിക്കൽ കോളേജ് വരെ നടത്തിയിട്ടുള്ള സമഗ്രമായ വികസനത്തിന് ഈ പുരസ്കാരത്തിന് അപേക്ഷ കൊടുക്കുന്നതൊക്കെ, അങ്ങനെയുള്ള അംഗീകാരങ്ങൾ കിട്ടാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നതൊക്കെ ഈ ആരോഗ്യ വകുപ്പിന്റെ സെക്രട്ടറി അവരൊക്കെ തന്നെയല്ലേ അല്ലേ? അത് വേണ്ട വിധത്തിൽ പരിശോധിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയം അവശേഷിക്കുന്നു. പലതും കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കുകയല്ലേ. BJP കേന്ദ്രത്തിൽ ഭരിക്കുന്നു എന്നുള്ളതല്ല, പല പുരസ്കാരങ്ങളും നിങ്ങൾ പലതും പെരുപ്പിച്ച് കാണിച്ചാണ് നേടിയത്. മാത്രമല്ല, അന്തർദേശീയ പുരസ്കാരം ആരോഗ്യമന്ത്രി ആയിരുന്ന ശൈലജ ടീച്ചർ വാങ്ങിയ, അമേരിക്കയിൽ പോയി വാങ്ങിയ അന്തർദേശീയ പുരസ്കാരത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ ഇവിടെ പറയുന്നില്ല. ആരായിരുന്നു പുരസ്കാരം നൽകിയത്? നിങ്ങൾ പറഞ്ഞതൊന്ന്, പക്ഷേ ലഭിച്ച പുരസ്കാരം മറ്റൊന്നൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഈ പുരസ്കാരങ്ങളുടെ മേന്മ പറഞ്ഞ് ഇത്തരം യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. ജലീൽ പുനലൂർ.